التمسك بالأثر نجاه. ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل فيها لأحد شيئا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാർഗത്തിലുള്ള ഈ കൂടിയിരുത്തം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് കേൾക്കാനാണ്, പഠിക്കാനാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംസാരം ആദ്യാവസാനം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിഷയം ആദ്യം മുതൽ അവസാനം വരെ പരസ്പര ബന്ധമുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമ്മുടെ ജീവനേക്കാളേറെ സ്നേഹിക്കേണ്ടവരാണ് എന്നതിൽ ഒരു മുസ്ലിമിനും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞത് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് അവരുടെ സ്വദേഹങ്ങളെക്കാൾ അടുപ്പമുള്ളവരാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരാകട്ടെ മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ്, ഉമ്മമാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ സർവ്വജനങ്ങളെക്കാളും, നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും കൂടുതലായി എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. അപ്പം നമ്മുടെ ഈമാനിൻ്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ എല്ലാത്തിനേക്കാളും സ്നേഹിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കഴിഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും അധികം സ്നേഹമുണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനോടാണ്. അതിനുശേഷമാണ് പിന്നെ ആരൊക്കെയുണ്ടോ അവരൊക്കെ, മാതാപിതാക്കളാകട്ടെ, അധ്യാപകന്മാരാകട്ടെ, മക്കളാകട്ടെ, ആരാകട്ടെ, അവരെക്കാളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ ഇബ്നുൽ ഖത്താബും ഒരുമിച്ചിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് അങ്ങയെ വളരെയധികം ഇഷ്ടമാണ്.
എന്നാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നോട് തന്നെയാണ്. എന്നെ നിർത്തിക്കഴിഞ്ഞാൽ, എന്നെ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇല്ല ഉമർ, അത് ശരിയാവുകയില്ല. നിന്നെക്കാൾ അധികം എന്നെ സ്നേഹിക്കണം, എന്നാലേ ശരിയാവുകയുള്ളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒട്ടും ചിന്തിച്ചില്ല, ഒന്നും ആലോചിച്ചില്ല. ഉടനെ മറുപടി പറഞ്ഞു, ഫഇന്നഹുൽ ആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലെ, ഇതാ ഈ സമയം മുതൽക്ക് എനിക്ക് എന്നേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയാണ് ഇഷ്ടം. സ്വഹാബത്ത് ഇങ്ങനെയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെ മറ്റെന്തിനേക്കാളും നമ്മൾ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ, അഥവാ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ നമുക്ക് സ്നേഹം, താല്പര്യം, ഇഷ്ടം വേറെ എന്തിനോട് ആണെങ്കിൽ, ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളോടാണ് എങ്കിൽ വലിയ അപകടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യമാണ് കൂടുതൽ താല്പര്യമെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കൂ എന്ന് അള്ളാഹു താക്കീത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹിക്കുന്നതിൽ നമുക്ക് ഏറ്റവും ഉത്തമ മാതൃക അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതുപോലെ മറ്റൊരാളും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടില്ല. ഉറപ്പുള്ള കാര്യമാണ്, ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ പണയം വെക്കാൻ സ്വഹാബികൾ തയ്യാറായിരുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം സ്വഹാബികളെ കുറിച്ച് പറഞ്ഞതായി കാണാം, സ്വഹാബികൾ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും നിൽക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരുന്ന ആയുധങ്ങൾ, കുന്തങ്ങൾ അത് സ്വന്തം ശരീരങ്ങൾ കൊണ്ട് തടുക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മരിച്ചു വീഴും. ജീവൻ കൊടുത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ സംരക്ഷിച്ച സ്വഹാബികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങേയറ്റം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ സ്നേഹിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, പറഞ്ഞാലും തീരുകയില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് സ്വഹാബത്ത് എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്ന കാര്യം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, നിങ്ങൾ എങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാന വല്ലാഹ്, അള്ളാഹു തന്നെയാണ് സത്യം. അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാത്തിനാ. അള്ളാഹു തന്നെയാണ് സത്യം. അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ എല്ലാം ഇഷ്ടമായിരുന്നു. വമിനൽ മാഇൽ ബാരിദി അല ളമ, കടുത്ത ദാഹമുള്ള സമയത്ത് തണുത്ത വെള്ളത്തിനോട് എത്രത്തോളം ഒരാൾക്ക് ഇഷ്ടമുണ്ടാകുമോ അതിനേക്കാൾ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമാണ്. ആ വാക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലെ, ദാഹിച്ചു വലഞ്ഞ് വെയിലത്ത്, പൊരിവെയിലത്ത് നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ദാഹമുണ്ട്. ആ സമയത്ത് തണുത്ത വെള്ളം കിട്ടാൻ നമുക്ക് എത്ര ആഗ്രഹമുണ്ടാകും, എത്ര ഇഷ്ടമുണ്ടാകും. അതിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഇത് സ്വഹാബികൾ വെറും വാക്ക് പറഞ്ഞതല്ല.
യാഥാർത്ഥ്യമായും സത്യമായും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകാൻ അവർ തയ്യാറായത്. ഒരുപാട് സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടയ്ക്കിടെ പറഞ്ഞു നൽകുന്നൊരു വാക്കുണ്ട്, ഫിദാക അബി വ ഉമ്മി. ഫിദാക അബി വ ഉമ്മി, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾക്ക് പകരമായി ഞങ്ങൾ ഞങ്ങളുടെ വാപ്പയെയും ഉമ്മയെയും നൽകാം, താങ്കൾക്ക് ഒന്നും പറ്റാതിരുന്നാൽ മതി. താങ്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ നൽകാം, താങ്കൾക്കൊന്നും പറ്റാതിരുന്നാൽ മതി. ഇതായിരുന്നു സഹാബികൾ. ഒരുപാട് സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കാണിത്. ഒരു അൻസാരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ ഒരു യുദ്ധത്തിൽ ഈ സ്ത്രീയുടെ വാപ്പയും ഉമ്മയും സഹോദരങ്ങളെല്ലാം മരണപ്പെട്ടു, ഷഹീദായി. പക്ഷെ ആ സ്ത്രീ ഇതെല്ലാം അറിഞ്ഞിട്ടും ആദ്യം ചോദിച്ചത്, എൻ്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ റസൂലിന് വാപ്പയും ഉമ്മയും സഹോദരങ്ങളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്. അവരെപ്പറ്റി ഒന്നും അന്വേഷിച്ചില്ല. ചോദിക്കുന്നത് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ അവരോട് പറഞ്ഞു, ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനാണ്, അവിടത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ സ്ത്രീ പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് പകരം എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയുമുണ്ട്. ലാ ഉബാലി ഇദാ സലിംത മിൻ അതബ്, താങ്കൾ പരിക്കുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ സുരക്ഷിതനാണ് എങ്കിൽ വേറൊന്നും എനിക്കൊരു വിഷയമേ അല്ല, വേറെ ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. അപ്പൊ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ കാണിച്ച സ്നേഹം ഇതായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വഹാബികൾക്ക് ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുണ്ടായിരുന്നു. എന്നാൽ ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നമുക്കിടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയില്ല. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ അരികിലില്ലാത്ത ഈ സന്ദർഭത്തിൽ എങ്ങനെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ മറ്റെല്ലാ കാര്യങ്ങളെക്കാളും നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവിടുത്തെ പിന്തുടർന്നുകൊണ്ട്, അവിടുത്തെ അനുധാവനം ചെയ്തുകൊണ്ട്, അവിടുത്തെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ ചര്യ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. സ്വഹാബികൾ അങ്ങനെയായിരുന്നു. അവർക്ക് നേരത്തെ പറഞ്ഞ സ്നേഹത്തിനപ്പുറം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിയിരുന്നു. സ്നേഹത്തിൻ്റെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ അടയാളമാണ് സ്നേഹിക്കുന്നയാളെ പിൻപറ്റുക എന്നുള്ളത്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിലേക്ക് ചേർത്തപ്പെടുന്ന ഒരു വരിയിൽ കാണാം, ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഅ. ഒരുവൻ മറ്റൊരുവനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ഒരുവൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുന്നവനായിരിക്കും. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലേക്ക് വരികയാണ്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് പറയുന്നുണ്ട്, ഇജ്ലിസു, നിങ്ങൾ ഇരിക്കുക. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ അദ്ദേഹം പള്ളിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇജ്ലിസു, നിങ്ങൾ ഇരിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടത്. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തില്ല, കുറച്ചുകൂടി മുന്നോട്ടെത്തട്ടെ, പള്ളിയിലേക്ക് എത്തട്ടെ എന്ന് കരുതിയില്ല. അദ്ദേഹത്തിന്റെ അതേ സ്ഥാനത്ത് എവിടെ നിന്നാണോ കേട്ടത് അവിടെ തന്നെ അദ്ദേഹം ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞു തീരുന്നതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചുകൊണ്ട് അവിടത്തേക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ ഇരുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുക, അനുസരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ മാനദണ്ഡം, അടിസ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കുക, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാൽ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, സഅമ ഖൗമുൻ അന്നഹും യുഹിബ്ബൂനല്ലാഹ്. ചില ആളുകൾ വാക്കുകൊണ്ട്, നാവുകൊണ്ട് പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിനൊക്കെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാൻ തുടങ്ങി. ഫബ്തലാഹുമുല്ലാഹു ബിഹാദിഹിൽ ആയ. അങ്ങനെ വാക്കുകൊണ്ട് വെറുതെ പറയുന്ന ആളുകളെ അള്ളാഹു ഈ ആയത്ത് കൊണ്ട് പരീക്ഷിച്ചു. യഥാർത്ഥത്തിലുള്ള സ്നേഹം യഥാർത്ഥത്തിൽ പിൻപറ്റുന്നതിലൂടെയാണ് എന്ന ആയത്തുകൊണ്ട് ഇഷ്ടം വാദിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു എന്നാണ് ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടോ എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുക. അവിടുന്ന് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തിൻ്റെ മാനദണ്ഡം. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഇഷ്ടമുണ്ട്, എനിക്ക് അള്ളാഹിൻ്റെ റസൂലിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നു. പക്ഷെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തൊന്നുമില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ അവൻ പിൻപറ്റുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിൽ അവൻ ഒതുങ്ങി നിൽക്കുന്നില്ല എങ്കിൽ അവന് അള്ളാഹുവിൻ്റെ റസൂലിനോട് യാതൊരു ഇഷ്ടവുമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുക. വലാ തബ്തദിഉ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ, പുത്തനാചാരങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കരുത്. ഫഖദ് കുഫീതും, നിങ്ങൾ മതിയാക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ മതിയാക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് മതിയായതാണ് ദീനിൽ അനുവർത്തിക്കാൻ. കൂടുതലായി പുതിയതായി പുറത്തുനിന്നൊന്നും തന്നെ ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മാത്രം പിൻപറ്റിയാൽ തന്നെ നിങ്ങൾക്ക് മതിയായതാണ്. അതുകൊണ്ട് ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾ ബിദ്അത്തുകൾ പ്രവർത്തിക്കരുത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ദീൻ പരിപൂർണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവസാനമായി അവതരിപ്പിച്ച ആയത്തിലുള്ളത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന.
ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ചു തന്നിട്ടാണ് വിട പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിന് ശേഷം, അവിടുന്ന് വഫാത്തായതിനു ശേഷം ഈ ദീനിലേക്ക് പുതുതായി എന്തെങ്കിലും കടത്തിക്കൂട്ടേണ്ട ആവശ്യകത ഒരിക്കലുമില്ല. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു വാചകം നിങ്ങൾ നോക്കൂ. അദ്ദേഹം പറയാണ്, ലഖദ് തറക്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ത്വാഇറുൻ യുഖല്ലിബു ജനാഹൈഹി ഫിൽ ഹവാ ഇല്ലാ ദകറ ലനാ മിൻഹു ഇൽമൻ. ആകാശത്ത് ഒരു പറവ വട്ടമിട്ട് പറക്കുന്നുണ്ട് എങ്കിൽ ആ പറവയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഖൈറ് ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാനുണ്ട് എങ്കിൽ അതുവരെ പഠിപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ വിട്ടുപിരിഞ്ഞു പോയത് എന്ന്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീനിൽ ആവശ്യമായ, നമുക്ക് പരലോകത്തും ദുനിയാവിലും നന്മയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, സ്വർഗത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് നമ്മൾ അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതൊക്കെ പരിപൂർണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയും മുസ്ലിമീങ്ങൾക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിലേക്ക് കടത്തിക്കൂട്ടുക എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ തിന്മകളിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബകളിൽ തുടക്കത്തിൽ പറയാറുള്ള വാക്ക് എന്താണ്? വശറൽ ഉമൂരി മുഹ്ദസാതുഹാ. ഏറ്റവും ഷർറായ കാര്യങ്ങൾ, ഏറ്റവും തിന്മയാകുന്ന കാര്യങ്ങൾ ദീനിലേക്ക് പുതുതായി കടത്തിക്കൂട്ടുന്ന കാര്യങ്ങളാണ്. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ. ദീനിലേക്ക് പുതുതായി കടത്തിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അനാചാരങ്ങളാണ്, ബിദ്അത്തുകളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല. എല്ലാ അനാചാരങ്ങളും വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ. എല്ലാ വഴികേടുകളും നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബയിൽ നിരന്തരമായി ഓർമ്മിപ്പിക്കാറുള്ള കാര്യമാണ്. അവിടുത്തെ അവസാനത്തെ വസിയ്യത്ത് നോക്കൂ. ഒരു മുസ്ലിമിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തുകൾ വളരെ വിലമതിക്കാനാകാത്ത വസിയ്യത്തുകളാണ്. പ്രത്യേകിച്ചും അവിടുന്ന് അവസാനം നൽകിയ വസിയ്യത്തുകൾക്ക് അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം തന്ന വസിയ്യത്തുകൾ പ്രത്യേകം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം തന്ന വസിയ്യത്തുകളാണ് എന്ന് പ്രത്യേകം ഊന്നി പറഞ്ഞത് അതിന് പ്രത്യേകം പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. ആ അവസാനത്തെ വസിയ്യത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമ്മൂർ. ഞാൻ പഠിപ്പിക്കാത്ത, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് നൽകിയ ദീനിലില്ലാത്ത പുതിയ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഇത് സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കരുതിയിരിക്കണം, അത് അപകടമാണ് എന്ന രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ ആതാകുമുർ റസൂലു ഫഖുദൂ. അല്ലാഹുവിൻ്റെ റസൂൽ എന്തൊന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നോ അത് മാത്രം നിങ്ങൾ സ്വീകരിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിങ്ങൾ പരിമിതപ്പെടുക. അവിടുന്ന് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കരുത് എന്നതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻകടന്ന് പ്രവർത്തിക്കരുത്. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കരുത്.
ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ മുൻകടന്ന് പ്രവർത്തിക്കുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു, അതിന് വിപരീതമായി പ്രവർത്തിക്കുക. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച ഒരു അതിർവരമ്പ് അത് ലംഘിച്ച് പുറത്തു കടക്കുക. അതുമല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ കവച്ചു വെക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ മുൻകടന്ന് പ്രവർത്തിക്കുന്നതിൽപ്പെട്ടതാണ് എന്നാണ് മുഫസ്സിറുകൾ ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദീനിൽ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. ദീനിൽ പുതുതായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക, എന്നിട്ടത് ദീനായി ആചരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവുമായി ബിദ്അത്തുകൾ, പുത്തനാചാരങ്ങൾ അത് ഒരുമിക്കുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിലേക്ക് കടത്തിക്കൂട്ടാനും പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനായി പ്രവർത്തിക്കുവാനും പാടില്ല. ആരെങ്കിലും നമ്മുടെ കാര്യത്തിൽ അഥവാ ദീനിന്റെ കാര്യത്തിൽ ദീനിനില്ലാത്തത് പുതിയതായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഏതെങ്കിലും ഒരു അമൽ ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല. അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അള്ളാഹു പരിഗണിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, പഠിപ്പിച്ചതിനനുസരിച്ച് ദീനിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ബിദ്അത്തുകളിൽ ഈ കാലഘട്ടങ്ങളിൽ പ്രചരിച്ച വളരെ ഗുരുതരമായ ബിദ്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ജനങ്ങൾ കൊണ്ടാടുന്ന നബിദിനാഘോഷം എന്നുള്ളത്. ഈ ആഘോഷിക്കുന്ന ആളുകൾ കൊണ്ടാടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വാദിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആമുഖമായി സൂചിപ്പിച്ചത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമെന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്നതിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളതും, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതുമാണ് യഥാർത്ഥ സ്നേഹം. അപ്പം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നബിദിനാഘോഷം എന്നുള്ളത് സ്നേഹമാണോ? അല്ല. എന്തുകൊണ്ടല്ല? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടില്ല. ഇപ്പം നബിദിനാഘോഷത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ രണ്ട് അഭിപ്രായമാണ് അല്ലേ? നബിദിനാഘോഷിക്കാം, അത് ദീനിൽപ്പെട്ടതാണ്, നല്ല കാര്യമാണ്, അത് ചെയ്യാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മളെപ്പോലെയുള്ള സലഫികൾ, അഹ്ലുസുന്നത്തിൻ്റെ ആളുകൾ പറയുന്നു, അല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമല്ല, ദീനിൽപ്പെട്ട കാര്യമല്ല, നന്മയല്ല, അത് ചെയ്യാൻ പാടില്ല, ബിദ്അത്താണ് എന്ന് പറയുന്നു. സാധാരണക്കാരായ ആളുകൾക്ക് ആശയക്കുഴപ്പത്തിലാകുകയാണ് അവർ. രണ്ടു കൂട്ടർ ഇങ്ങനെ രണ്ടും പറയുന്നു, ഏതാണ് സത്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെ മനസ്സിലാക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമമായ ഒരു പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു
മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അല്ലെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമുണ്ട്. അതിൽപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസമാണെന്ന് വിചാരിക്കുക നബിദിനാഘോഷത്തിന്റെ വിഷയം. എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വന്ന ഖുലഫാഉർ റാഷിദുകൾ, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, ഇവരുടെ ചര്യകൾ മുറുകെ പിടിക്കുക. തമസ്സകു ബിഹ, മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കുക. ആരുടെ സുന്നത്തിന്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്, ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിന്. ഇതെപ്പോഴാണ് മുറുകെ പിടിക്കാൻ പറഞ്ഞത്? അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ. ഇപ്പൊ നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാഉർ റാഷിദുകളുടെയും സുന്നത്താണ് മുറുകെ പിടിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ, ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിൽ ഈ നബിദിനം ആഘോഷമുണ്ടോ എന്ന് പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അഭിപ്രായ വ്യത്യാസം ഉണ്ടായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാഉർ റാഷിദുകളുടെയും ചര്യ മുറുകെ പിടിക്കാനാണല്ലോ പറഞ്ഞത്. നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് താനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാഉർ റാഷിദുകളുടെയും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചര്യ എന്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതനുസരിച്ച് നമുക്ക് പരിശോധിച്ച് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഇത്തരം കാര്യങ്ങൾ ദീനിലേക്ക് നന്മയാണെന്ന് പറഞ്ഞ് പല ആളുകളും കടത്തിക്കൂട്ടുന്നുണ്ട്. അവരോട് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഇമാം അശ്ശാത്തിബി അദ്ദേഹത്തിൻ്റെ അൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അൽ മാജുഷൂൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇമാം മാലിക് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, من ابتدع في الإسلام بدعة يراها حسنة فقد زعم أن محمدا صلى الله عليه وسلم خان الرسالة. ആരെങ്കിലും ഇസ്ലാമിലേക്ക് പുതുതായ ഒരു കാര്യം കടത്തിക്കൂട്ടി അത് നന്മയാണ് എന്ന് കണ്ട് ദീനിൽ അത് ആചരിച്ചു കഴിഞ്ഞാൽ അവൻ വാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പരിപൂർണമാക്കി തന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദീൻ പരിപൂർണമാക്കി തന്ന ആ ദീനിലേക്ക് പുതുതായി ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ അവൻ വാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകൂനുൽ യൗമ ദീന. അൽയൗമ അക്മൽതു ലക്കും എന്ന ആയത്ത് അവതരിക്കുമ്പോൾ അന്ന് എന്താണോ ദീൻ അത് തന്നെയാണ് ഇന്നും ദീൻ. അന്ന് ദീനല്ലാത്തതൊന്നും ഇന്നും ദീനല്ല. അപ്പൊ ദീനിലേക്ക് പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടിയതൊക്കെ നല്ല കാര്യങ്ങളാണ്, സംഭവം ശരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൊന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും ഇതൊരു നല്ല കാര്യമല്ലേ. ഇമാം മാലിക് എന്താണ് പറഞ്ഞത്? അങ്ങനെ നല്ല കാര്യം എന്ന് പറഞ്ഞ് ദീനിലേക്ക് കടത്തി കൂട്ടുന്ന കാര്യങ്ങൾ, അങ്ങനെ ചെയ്യുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് അവതരിച്ചപ്പോൾ ദീനിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് തന്നെയാണ് ഇന്നും ഉള്ളൂ. അന്ന് ദീനിലില്ലാത്തത് ഇന്നും ഇല്ല. അതുകൊണ്ട് ദീനിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കടത്തിക്കൂട്ടാൻ ഒരാൾക്കും അനുവാദമില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കുല്ലു ബിദ്അത്തിൻ ളലാലൻ വഇൻ റആഹ അന്നാസു ഹസന.
എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. എല്ലാ ബിദ്അത്തുകളും എന്നാണ് പറഞ്ഞത്. എല്ലാ പുത്തനാചാരങ്ങളും വഴികേടാണ്. ഇപ്പൊ ബിദ്അത്തുകളിൽ നല്ലത് എന്ന് പറഞ്ഞ ഒരു വിഭാഗമില്ല. വഇൻ റആഹ അന്നാസു ഹസന, ജനങ്ങളൊക്കെ നല്ലത് എന്ന് കണ്ടാലും എല്ലാ ബിദ്അത്തുകളും വഴികേട് തന്നെയാണ്. ജനങ്ങളൊക്കെ നല്ലതല്ലേ എന്ന് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ ബിദ്അത്തുകളാണ്. അതൊക്കെ ളലാലത്താണ്, വഴികേടാണ് എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച അള്ളാഹുവിൻ്റെ ദീനിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ, സ്വഹാബത്തിൻ്റെ ചര്യകളിൽ ഈ നബിദിനാഘോഷം എന്ന കാര്യമില്ല എന്നതിൽ യാതൊരു തർക്കവുമില്ല. നബിദിനാഘോഷം എന്നുള്ളത് ബിദ്അത്താണ്. നബിദിനാഘോഷം ബിദ്അത്താണ് എന്ന് പറയുന്നതല്ല ബിദ്അത്ത്. അല്ല, ഇന്ന് നബിദിനാഘോഷം പാടില്ല, അത് ബിദ്അത്താണ്, തെറ്റാണ് എന്ന് പറയുമ്പോൾ അവരെ കുറിച്ച് ആളുകൾ പറയുന്നു, അങ്ങനെ പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ബിദ്അത്തുകാർ. എന്നാൽ നബിദിനം ആഘോഷിക്കുക എന്നുള്ളതാണ് ബിദ്അത്ത്. അതല്ലാതെ നബിദിനത്തിനെ എതിർക്കുക എന്നുള്ളതല്ല ബിദ്അത്ത്. നബിദിനം ബിദ്അത്താണ് എന്നുള്ളത്, അത് ആഘോഷിക്കൽ ബിദ്അത്താണ് എന്നുള്ളത് സലഫികൾ പറഞ്ഞ കാര്യമല്ല. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബോ ഇബ്നു തൈമിയയോ പോലെയുള്ള പണ്ഡിതന്മാർ മാത്രം പറഞ്ഞ കാര്യമല്ല ഇത്. ഇത് നബിദിനം കൊണ്ടാടുന്ന ആളുകൾ, അവർ അംഗീകരിക്കുന്ന ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. മഹാനായ വഹീറുദ്ദീൻ അൽ മഖ്ദൂമി എന്ന പണ്ഡിതൻ, അദ്ദേഹം ഹിജറ 646 വഫാത്തായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, هذا الفعل لم يقع في الصدر الأول من السلف الصالح مع تعظيمهم وحبهم له صلى الله عليه وسلم إعظاما ومحبة لا يبلغ جميعنا الواحد منه. നബിദിനാഘോഷം എന്ന പ്രവർത്തനം സ്വഹാബികളുടെ കാലഘട്ടത്തിൽ ആദ്യ തലമുറകളിൽ ഇങ്ങനെയൊരു ആചാരം നടന്നിട്ടേയില്ല. സ്വഹാബികളാകട്ടെ നമ്മളെക്കാൾ എത്രയോ ഇരട്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരാണ്. എത്രത്തോളം എന്നാൽ നമ്മളുടെ എല്ലാവരുടെയും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം ചേർത്തു വച്ചാൽ പോലും മഹാന്മാരെ സ്വഹാബികളിൽ ഒരാളുടെ സ്നേഹത്തോടു പോലും അതെത്തുകയില്ല. അത്രത്തോളം അള്ളാഹുവിൻ്റെ റസൂലിനെ കഠിനമായി സ്നേഹിച്ച സലഫു സ്വാലിഹീങ്ങളുടെ കാലഘട്ടത്തിലൊന്നും നബിദിനാഘോഷം എന്ന ബിദ്അത്ത് എന്ന കാര്യം അത് സംഭവിച്ചിട്ടേയില്ല എന്ന് ഇദ്ദേഹം പറയുകയാണ്. യമനിലെ ഖാദിയായിരുന്ന ഇമാം അശ്ശൗകാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അജ്മഅ അൽ മുസ്ലിമൂന അന്നഹു ലം യൂജദ് ഫീ അസ്രി ഖൈരിൽ ഖുറൂനി വലല്ലദീന യലൂനഹും വലല്ലദീന യലൂനഹും. മുസ്ലിമീങ്ങൾക്കിടയിൽ ഇജ്മാഉള്ള, മുസ്ലിമീങ്ങൾ ഏകോപിച്ച കാര്യമാണ് സ്വഹാബികളുടെയോ അവർക്ക് ശേഷം വന്ന താബിഈങ്ങളുടെയോ കാലഘട്ടത്തിൽ ഈ ഒരു മൗലിദാഘോഷം എന്നുള്ളത് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. ഇത് ഇമാം ഷൗക്കാനി അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമരായ ജനങ്ങൾ എൻ്റെ സമൂഹമാണ്, അഥവാ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ആളുകളാണ്. പിന്നീട് അവർക്ക് ശേഷം വന്ന താബിഈങ്ങൾ, പിന്നീട് അവർക്ക് ശേഷം വന്ന തബഉ താബിഈങ്ങൾ. ഈ 3 തലമുറക്കാർ അവരാണ് സലഫു സ്വാലിഹീങ്ങൾ, അവരാണ് ഉത്തമ തലമുറക്കാർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ തലമുറക്കാരെന്ന് പറഞ്ഞ ഈ 3 ഉത്തമ തലമുറകളിലും
മൗലിദാഘോഷം എന്നത് ഉണ്ടായിട്ടേയില്ല എന്നുള്ളത് ഇജ്മാ ഉള്ള കാര്യമാണ് എന്നുള്ളതാണ്. ഇമാം അൽ ഫഖീഹ് അൽ ഫാക്കിഹാനി, താജുദ്ദീൻ അൽ ഫാക്കിഹാനി റഹിമഹുള്ള, അദ്ദേഹം പറഞ്ഞു നോക്കൂ, അദ്ദേഹത്തിൻ്റെ അൽ മൗലിദ് എന്ന കിതാബിൽ അദ്ദേഹം പറയുകയാണ്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നത്തിൻ. ഈ മൗലിദാഘോഷത്തിന് കിതാബിലോ സുന്നത്തിലോ ഒരു അസ്ലും എനിക്കറിയുകയില്ല. വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ. മൗലിദാഘോഷം കൊണ്ടാടിയതായി ഒരു ആലിമിൽ നിന്നും ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ, എന്നാൽ അത് ബിദ്അത്താണ്, പുത്തനാചാരമാണ്. അഹ്ദസഹൽ ബത്താലൂൻ, ദീനുകൊണ്ട് കളിക്കുന്ന, ദീനുകൊണ്ട് വേണ്ടാദീനം പ്രവർത്തിക്കുന്ന ആളുകൾ ദീനിലേക്ക് കടത്തിക്കൂട്ടിയ കാര്യമാണത്. വശഹ്വത്തു നഫ്സിൻ, സ്വന്തം ദേഹേച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ ദീനിലേക്ക് കൊണ്ടുവന്ന കാര്യമാണ് മൗലിദാഘോഷം. ഇഗ്തനാ ബിഹിൽ അക്കാലൂൻ, ആ മൗലിദാഘോഷം കൊണ്ട് കുറെ തീറ്റക്കൊതിയന്മാർ അവർ സമ്പാദ്യമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമാം താജുദ്ദീൻ അൽ ഫാക്കിഹാനി അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഒരു ആലിമും ഇത് ചെയ്തിട്ടില്ല. പിന്നെ ആരാ ചെയ്തത്? തീറ്റൻ കൊതിയന്മാരായ, സമ്പത്തുണ്ടാക്കാൻ കൊതിച്ചു നടക്കുന്ന ചില ആളുകൾ, ദീൻ കൊണ്ട് വേണ്ടാദീനം പ്രവർത്തിക്കുന്ന ആളുകൾ, അവരാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ഫാക്കിഹാനി പറയുകയാണ്. ഇമാം ഷൗക്കാനി തന്നെ അദ്ദേഹം പറയുകയാണ്. ഇമാം ഷൗക്കാനിയും അതുപോലെ തന്നെ അദ്ദേഹത്തെ പോലെയുള്ള മറ്റ് ചില പണ്ഡിതന്മാരും പറയുകയാണ്, വലം യുൻകിർ അഹദും മിനൽ മുസ്ലിമീന അന്നഹു ബിദ്അ. മൗലിദാഘോഷം, നബിദിനാഘോഷം എന്നുള്ളത് ബിദ്അത്താണ് എന്നതിൽ ഒരു മുസ്ലിമും അതിൽ തർക്കിക്കുകയില്ല, ഒരു മുസ്ലിമും അതിനെ എതിർക്കുകയില്ല. ഇത് ബിദ്അത്താണ് എന്ന കാര്യത്തിൽ ഒരു മുസ്ലിമിനും എതിരഭിപ്രായം ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയാണ്, ഖദ് ഖറർനാ ലക്കൽ ഇജ്മാഅ അലാ അന്നഹു ബിദ്അത്തുൻ മിൻ ജമീഇൽ മുസ്ലിമീൻ. മൗലിദാഘോഷം, നബിദിനാഘോഷം എന്നുള്ളത് ബിദ്അത്താണ് എന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങളുടെ ഇജ്മാ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഹാദിഹിൽ വാലിദു ബിദ്അത്തുൻ ബിലാ നിസാ. ഉലമാക്കൾക്കിടയിൽ ഒരു തർക്കവും ഒരു ഭിന്നിപ്പും ഇല്ലാത്ത കാര്യമാണ് ഈ മൗലിദാഘോഷം എന്നുള്ളത് ബിദ്അത്താണ് എന്ന കാര്യം. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ സ്വഹാബത്തിന്റെ സുന്നത്തിലോ ഈ മൗലിദാഘോഷത്തിന് യാതൊരു മാതൃകയും തെളിവുമില്ല എന്ന് ഇമാമിങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ഏതൊരു നിഷ്പക്ഷമായ സാധാരണക്കാരനും ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ ഇത് തന്നെ മതിയായതാണ്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എൻ്റെ സുന്നത്തും ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തും മുറുകെ പിടിക്കാനാണ്. നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലോ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിലോ ഇങ്ങനെ ഒരു മാതൃകയില്ല എന്ന് ധാരാളം ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് മൗലിദ് ആഘോഷിക്കുക എന്നുള്ളത് ബിദ്അത്ത് തന്നെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാർത്ഥമായി സ്നേഹമുള്ള ആളുകൾ ഇത് ആഘോഷിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കൂ, അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ ഇത് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ആരാണ് ഇത് ആദ്യമായി കൊണ്ടുവന്നത്? ഒരുപാട് ചരിത്രകാരന്മാരായ പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തിയത് പ്രകാരം മൗലിദാഘോഷം ആദ്യമായി തുടങ്ങിവെച്ചത് ഷിയാക്കളിലെ ഫാത്തിമിയാക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഉബൈദികൾ എന്നറിയപ്പെടുന്ന ആളുകളാണ്. ഷിയാക്കളാണ് ഇതാദ്യമായി തുടങ്ങി വെച്ചത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഇബ്നു തൈമിയ്യ, ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞ കാര്യമല്ല.
നേരെ മറിച്ച് ഈ നബിദിനം കൊണ്ടാടുന്ന ആളുകൾ അവർ തന്നെ അംഗീകരിക്കുന്ന ഇമാം അൽ മിഖ്രീസി അദ്ദേഹത്തിൻ്റെ അൽ ഖിത്തത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹമല്ലാത്ത ധാരാളം പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി കൊണ്ടുവന്നത് ഷിയാക്കളാണ്, റാഫിദുകളാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അൽ മുഖിയഈ അദ്ദേഹം ഹനഫി പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, മിമ്മ ഉഹ്ദിസ വകസുറ സുആലു അൻഹു, ദീനിലേക്ക് പുതിയതായി കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. ധാരാളമായി ഈ കാര്യത്തിനെ കുറിച്ച് ആളുകൾ ചോദിക്കുന്നുമുണ്ട്. അഥവാ മൗലിദാൻ, നബിദിനാഘോഷം, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ഫനഖൂലു, നാം പറയുന്നു, ഇന്ന അവ്വല മൻ അഹ്ദസഹാ ബിൽ ഖാഹിറതി അൽ ഖുലഫാഉൽ ഫാത്തിമിയ്യൂൻ, ആദ്യമായി നബിദിനാഘോഷം കൊണ്ടാടിയത് ഷിയാക്കളിലെ ഫാത്തിമിയ്യാക്കളാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അവരെ 6 തരത്തിലുള്ള മൗലിദാഘോഷം, 6 ആളുകളുടെ മൗലിദാഘോഷം അവർ കൊണ്ടുവന്നു ദീനിലേക്ക്. അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷമാണ്. അതുപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അതുപോലെ തന്നെ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഖലീഫ. ഇങ്ങനെയുള്ള 6ഓളം ആളുകളുടെ മൗലിദാഘോഷം ഈ പറഞ്ഞ ഷിയാക്കളിലെ ഫാത്തിമിയ്യാക്കൾ എന്നറിയപ്പെട്ട ഉബൈദികളാണ് തുടങ്ങി വെച്ചത് എന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക. അപ്പൊ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ചെയ്തിട്ടില്ല, പിന്നെ ചെയ്തത് ഷിയാക്കളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സ്വഹാബികൾ ചെയ്തിട്ടില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സ്വഹാബത്തിനെ ശത്രുക്കളായി കാണുന്ന റാഫിദുകളാണ് ചെയ്തിട്ടുള്ളത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ ആര് കൊണ്ടാടുന്ന ആഘോഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൻ്റെ പേരിൽ ഇവർ ആഘോഷിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ചില ആളുകൾക്ക് ആരാണ് ഈ റാഫിദുകൾ, ആരാണ് ഷിയാക്കൾ എന്നറിയുന്നുണ്ടാവുകയില്ല. ചില ആളുകൾ ചോദിക്കും, ഷിയാക്കൾ ഇപ്പോൾ കൊണ്ടാടിയോണ്ട് നമ്മൾ ആഘോഷിക്കാതിരിക്കുക എന്തിനാ? ഷിയാക്കൾ ചെയ്താൽ നമുക്കും ചെയ്തൂടെ? ഷിയാക്കൾ ചെയ്തു വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക? അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. ആരാണ് ഈ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ? ആരാണ് റാഫിദുകൾ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച സ്വഹാബത്തിനെ കുറ്റം പറയുന്ന ആളുകളാണ് അവർ. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ച് മോശം പറയുന്ന ആളുകളാണ് ഈ പറയുന്ന ഷിയാക്കൾ. അവർ ജൂതന്മാരുടെ പിൻഗാമികളാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് ജൂതന്മാർ ഭക്ഷണത്തിൽ വിഷം അത് വെച്ചു കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗമുണ്ടായി. ആ രോഗത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണത്തിൽ വിഷം വെച്ചു കൊടുത്ത ജൂതന്മാരുടെ സൃഷ്ടിപ്പാണ് ഈ ഷിയാക്കൾ. ഈ ജൂതന്മാരുടെ പിൻഗാമികളാണ് ഈ ഷിയാക്കൾ, റാഫിദുകൾ. എന്നാൽ ഇവർ പറയുന്നത്, ഈ ഷിയാക്കൾ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയുമാണ് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തത്. അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നത് എന്നാണ് ഷിയാക്കൾ പറയുന്നത്. മഅദല്ലാഹ്. അങ്ങനെ പറയുന്ന ഷിയാക്കളാണ് ഇതിനാദ്യം തുടക്കമിട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ ഫാത്തിമികൾ, ഉബൈദികൾ എന്ന അറിയപ്പെട്ട ആളുകൾ, അവരെക്കുറിച്ച് വലിയ ഇമാമിയങ്ങൾ, അവർ മുസ്ലിമീങ്ങളിൽ എണ്ണപ്പെടാൻ പറ്റാത്ത ആളുകളാണ് എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. ഈ മൗലിദാഘോഷം ആദ്യമായി കൊണ്ടുവന്ന ഷിയാക്കളിലെ ഉബൈദികൾ അവർ മുസ്ലിമീങ്ങളായി കാണാൻ സാധിക്കുകയില്ല എന്ന് ഈ മൗലിദാഘോഷം കൊണ്ടാടുന്ന ആളുകൾ
അംഗീകരിക്കുന്ന ഇമാം സുയൂത്തി അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് താരീഖുൽ ഖുലഫ എന്ന കിതാബുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ ഖലീഫമാരുടെ ചരിത്രം വിശദീകരിക്കുന്ന കിതാബാണ്. ആ കിതാബിൽ അദ്ദേഹം പറയുന്നു, വലം ഊരിദ് അഹദൻ മിനൽ ഖുലഫാഇൽ ഉബൈദിയീൻ, ഈ പറഞ്ഞ ഷിയാക്കളിൽ ഉബൈദികളുടെ ഒരാളുടെയും ചരിത്രം ഞാൻ എൻ്റെ കിതാബിൽ പറയൂല. കാരണം ഇത് മുസ്ലിമീങ്ങളുടെ ഖലീഫമാരുടെ ചരിത്രം വിശദീകരിക്കുന്ന കിതാബാണ്. അതുകൊണ്ട് ഉബൈദികളിലെ ഖലീഫമാർ ചരിത്രം ഞാൻ ഈ കിതാബിൽ പറയില്ല. കാരണം അവർ മുസ്ലിമീങ്ങളാണ് എന്ന് എണ്ണാൻ സാധിക്കുകയില്ല. ലിഅന്ന ഇമാമത്തഹും ഗൈറു സഹീഹ, ഈ പറഞ്ഞ ഉബൈദികളുടെ ഇമാമത്ത്, അവരുടെ നേതൃത്വം അത് ശരിയല്ല. വലിഅന്ന ജദ്ദഹും മഅജൂസിയ്യുൻ, ഈ ഉബൈദികളുടെ വല്ലിപ്പ, അവരുടെ കാരണവന്മാർ അവർ മജൂസികളാണ്. വലിഅന്നഹും ഗൈറു ഖുറശിയ്യീൻ, അവർ ഖുറൈശികളല്ല. വഇന്നമാ സമ്മത്ഹുമുൽ ഫാത്തിമിയ്യീൻ ജഹലത്തുൽ അവാം, ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് ചേർത്തിക്കൊണ്ട് അവർ ഫാത്തിമിയീങ്ങൾ എന്ന് പേരിട്ടത് വിവരമില്ലാത്ത ചില സാധാരണക്കാരാണ്. വകാനൂ യുഅ്ലിനൂന ബിസബ്ബി സ്വഹാബത്തി, ഈ പറഞ്ഞ ഉബൈദികൾ നബിദിന ആദ്യമായി കൊണ്ടുവന്ന ആളുകൾ, അവർ പരസ്യമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്ന ആളുകളാണ്. വഖതലൂ മിനൽ ഉലമാഇ വസ്സാലിഹീന ഖൽഖൻ കസീറൻ ലിയർദൂഹും അനി സുന്ന, സുന്നത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകളിൽ നിന്ന് ജനങ്ങളെ തടയാൻ വേണ്ടി ധാരാളം ഉലമാക്കളെയും നല്ല നല്ല ആളുകളെയും ഈ പറഞ്ഞ ഉബൈദികൾ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഫലിഹാദിഹിൽ ഉമൂരി ലം അദ്കുർ അഹദൻ മിനൽ ഉബൈദിയീന വലാ ഗൈരിഹിം മിനൽ ഖവാരിജ്, അതുകൊണ്ട് തന്നെ ഈ ഉബൈദികളുടെ ചരിത്രം ഞാൻ എൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുകയില്ല എന്ന് ഇമാം സുയൂത്തി പറയുകയാണ്. അപ്പോൾ നോക്കി, ഈ നബിദിനാഘോഷം കൊണ്ടാടുന്ന ആളുകൾ അംഗീകരിക്കുന്ന ഇമാം സുയൂത്തി ഈ നബിദിനാഘോഷം ആദ്യമായി കൊണ്ടുവന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ വിശദീകരണമാണ് നമ്മൾ വായിച്ചത്. ഇത്രയും നീചന്മാരായ ഷിയാക്കളിലെ ഈ പറഞ്ഞ ആളുകൾ കൊണ്ടുവന്ന ആഘോഷമാണ് ഈ മൗലിദാഘോഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾ കൊണ്ടുവന്നത് എങ്ങനെയാണ് ദീനായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമായി നമുക്ക് കൊണ്ടാടുവാൻ സാധിക്കുക? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം സ്നേഹിച്ച സഹാബികൾ ഇത് ചെയ്തിട്ടില്ല എന്നിരിക്കെ ഈ പറഞ്ഞ ആളുകൾ കൊണ്ടുവന്ന കാര്യം എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമായി നമ്മൾ കൊണ്ടാടുക എന്ന് ആത്മാർത്ഥമായി ഇതിൻ്റെ ആളുകൾ ചിന്തിച്ചു നോക്കുക. ഇനി നിരന്തരമായി അഹ്ലുസുന്നത്തിൻ്റെ ആളുകൾ, സലഫികൾ നബിദിനം ആഘോഷിക്കുന്ന ആളുകളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ എന്തെങ്കിലും തെളിവ് ഈ ആഘോഷത്തിന് വേണ്ടി കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പല ആളുകളും ദുർവ്യാഖ്യാനിക്കുന്ന, വളച്ചൊടിക്കുന്ന ഒരായത്താണ് സൂറത്തു യൂനുസിലെ ആയത്ത്. നബിദിനം ആഘോഷിക്കാൻ വേണ്ടി തെളിവ് പറയുന്ന ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന ആയത്ത്. നബിയെ പറയുക, അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ ഫദല്, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന ഈ ആയത്ത്. അപ്പം ഇതിനെ തെളിവിളിച്ചുകൊണ്ട് ഇവർ പറയുന്നത് അള്ളാഹുവിൻ്റെ ഫദലും റഹ്മത്തും എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലാണ്. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സന്തോഷിക്കുവാനാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നബിദിനം ആഘോഷിക്കുന്നു. ഇതാണ് ഈ ആയത്ത് തെളിവാക്കുന്ന ആളുകളുടെ വാദം. എന്നാൽ ഈ ആയത്തിൽ പറഞ്ഞ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല, നേരെ മറിച്ച് അത് ഇസ്ലാമാണ്, വിശുദ്ധ ഖുർആനാണ് എന്നൊക്കെ സഹാബികൾ പറഞ്ഞതായി ഇമാം തബരിയും ഇമാം ഇബ്നു കസീറും അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എത്രത്തോളം എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരെ പറയുന്നത് ഇവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നാൽ ഖുർആനിയാണ് എന്നാണ്. അപ്പം ഇവിടെ പറഞ്ഞ റഹ്മത്ത് ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല. ഇനി ഒരു വാദത്തിന് വേണ്ടി ഇവിടെ പറഞ്ഞ റഹ്മത്ത്
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുത്താൽ പോലും ഈ ആയത്ത് ആദ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ആളുകൾ ആരാ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്താണ്. ആ സ്വഹാബത്ത് ഒരിക്കലും ഈ ആയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അർത്ഥം മനസ്സിലാക്കുകയോ ഇതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുകയോ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ ആയത്ത് തെളിവ് പിടിക്കുക എന്നുള്ളത് അത് കേവലം ദുർവ്യാഖ്യാനവും വളച്ചൊടിക്കലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നബിദിനം ആഘോഷിക്കാൻ വേണ്ടി തെളിവായി പറയുന്ന ഹദീസാണ് തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പിൻ്റെ ഹദീസ്. വളരെ വിചിത്രമായൊരു തെളിവാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം കൊണ്ടാടാനുള്ള തെളിവ്? അദാക യൗമുൻ വുലിദ്തു ഫീഹി, തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ജനിച്ചത്, അതുകൊണ്ട് ഞാൻ ആ ദിവസം നോമ്പെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം തിങ്കളാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു എന്ന് പറയുന്ന ഹദീസാണ് ചില ആളുകൾക്ക് നബിദിനം കൊണ്ടാടാനുള്ള തെളിവ്. എത്രമാത്രം വൈരുദ്ധ്യാത്മകമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം നോമ്പെടുത്തു എന്നത് എങ്ങനെയാണ് അവിടുത്തെ ജന്മദിനാഘോഷം കൊണ്ടാടാനുള്ള തെളിവാകുന്നത്? ഇന്ന് റബീഉൽ അവ്വൽ 12 നബിദിനം ആഘോഷിക്കുമ്പോൾ ആ റബീഉൽ അവ്വൽ 12 പലപ്പോഴും തിങ്കളാഴ്ച ദിവസത്തിനോട് യോജിച്ചു വരാനുണ്ട്. പലപ്പോഴും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസത്തിനോട് യോജിച്ചു വരാറുണ്ട്. ഈ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സുന്നത്ത് നോമ്പെടുത്ത് അന്ന് സുന്നത്ത് പാലിക്കുകയാണോ ചെയ്യുന്നത്? അതല്ല, പെരുന്നാളിനേക്കാൾ ഉഷാറായി ബിരിയാണി വിളമ്പി പായസം വിതരണം ചെയ്ത് ആഘോഷിക്കുകയാണോ ചെയ്യാറ്? എന്നിട്ട് പറയാം ഞങ്ങൾക്ക് നബിദിന ആഘോഷിക്കാനുള്ള തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് പോലും പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഒരു ആഘോഷമുള്ളതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വലിയ ഇഷ്ടം വാദിക്കുന്ന ആളുകളാണല്ലോ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ. നബിദിനം ആഘോഷിക്കാത്ത ആളുകൾക്കൊക്കെ അള്ളാഹിൻ്റെ റസൂലിനോട് വെറുപ്പാണെന്നാണ് പറയുന്നത്. നബിദിനം ആഘോഷിക്കുന്ന ഇവരാകട്ടെ അള്ളാഹിൻ്റെ റസൂലിനോട് അങ്ങേയറ്റം ഇഷ്ടമുള്ള ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റം ഇഷ്ടമുള്ളത് കൊണ്ട് ഇവർ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിച്ചുകൊണ്ട് ഒരിക്കലും തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നില്ല. മാത്രമല്ല, ഇസ്ലാമിൽ ആഘോഷ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടുണ്ടോ? പെരുന്നാൾ ആഘോഷ ദിവസമാണ്, നോമ്പെടുക്കാൻ പാടുണ്ടോ? ആഘോഷ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല. പെരുന്നാളിൽ നോമ്പെടുക്കൽ ഹറാമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്കുള്ള ഒരു വിധിവിലക്കുകളും അവിടുത്തെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തു എന്ന ഹദീസും ഈ പറഞ്ഞതുപോലെ യാതൊരു നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഹദീസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തൊരു യാഥാർത്ഥ്യം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അതിൻ്റെ ദിവസത്തിൻ്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. റബീഉൽ അവ്വൽ 12 എന്ന അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വൽ 10 എന്ന അഭിപ്രായമുണ്ട്, 8 എന്ന അഭിപ്രായമുണ്ട്, 9 എന്ന അഭിപ്രായമുണ്ട്. പല അഭിപ്രായമുണ്ട്. ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ അത് നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലാണ് ജനിച്ചത് എന്ന് വരെ അഭിപ്രായമുണ്ട്. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ അൽ ഫുസൂൽ ഫി സീറത്തുർ റസൂൽ എന്ന കിതാബിൽ ഇത് കൊടുത്തതായി കാണാൻ സാധിക്കും. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഏതാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസം അത് റബീഉൽ അവ്വൽ 12 ആണ് എന്നതിൽ ഏകദേശം ഉറപ്പുണ്ട്, ഇജ്മാഉള്ള കാര്യമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞതായി കാണാം, ഏറെക്കുറെ ഇജ്മാഉള്ള കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 വഫാത്തായത് എന്ന കാര്യം. അപ്പോൾ നോക്കൂ, യഥാർത്ഥത്തിൽ
ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷമാണോ നടത്തുന്നത്, അതല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണെന്ന പേരിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസമാണോ ആഘോഷിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ ഈ വിഷയത്തിൽ സമാധാനത്തിലുള്ള ആളുകളാണ്. അഹ്ലുസുന്നക്ക് സമാധാനമുണ്ട്. അവർക്ക് അങ്കലാപ്പിലാകാനോ അവർക്ക് പരിഭ്രാന്തതയിലാകാനോ ഒരു വഴിയുമില്ല, ഒരവസ്ഥയുമില്ല. കാരണം അഹ്ലുസുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം, സലഫികളെ സംബന്ധിച്ചിടത്തോളം ജന്മദിനാഘോഷവുമില്ല, ചരമദിനവുമില്ല, മൗലിദാഘോഷവുമില്ല, ആണ്ടുനേർച്ചയുമില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനാഘോഷം കൊണ്ടാടുന്നുണ്ട്. വേറെ ഇവർ ആദരിക്കുന്ന ഇവരുടെ ഔലിയാക്കൾ, ഇവരുടെ വലിയകൾ എന്നിവർ പറയുന്ന ആളുകളുടെ പേരിൽ ആണ്ട് നേർച്ചയും നടത്തുന്നു. ഇപ്പം എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ആണെന്ന് പറഞ്ഞ് നിങ്ങൾ നബിദിനാഘോഷിക്കുന്നു. പക്ഷേ ആ ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് എന്ന് ഏറെക്കുറെ ഉറപ്പുണ്ട്. എന്തുകൊണ്ട് ആ ദിവസം ആണ്ട് നേർച്ച നടത്തുന്നില്ല? വേറെയുള്ള ചില ആളുകളുടെ കാര്യത്തിൽ ഇവർ ആണ്ട് നേർച്ച നടത്തുന്നു. എന്തുകൊണ്ട് അവരുടെ ആണ്ട് നേർച്ച നടത്തുമ്പോൾ അവരുടെ മൗലിദ് എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല? ബിദ്അത്തിന്റെ ആളുകൾ പൂർണ്ണമായ അങ്കലാപ്പിലാണ്, പരിഭ്രാന്തതയിലാണ്. ഒരു ഭാഗത്ത് ആണ്ട് നേർച്ച, ഒരു ഭാഗത്ത് മൗലിദാഘോഷം. മൗലിദാഘോഷം കഴിക്കുന്ന ആളുകളുടെ പേര് ആണ്ട് നേർച്ചയല്ല, ആണ്ട് നേർച്ച കഴിക്കുന്ന ആളുകളുടെ പേരിൽ മൗലിദാഘോഷമില്ല. അങ്ങനെ ബിദ്അത്തുകാരുടെ അവസ്ഥ ഇതാണ്. അവരിൽ ഹക്കില്ലാകാത്തത് കൊണ്ട് തന്നെ സത്യത്തിൻ്റെ പിൻബലം, പ്രമാണങ്ങളുടെ പിൻബലം അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ അവരുടെ ബിദ്അത്തുകൾ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. അതിലവർക്കൊരു സമാധാനവും ഐക്യവും കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ, സഹോദരങ്ങളെ, നബിദിനാഘോഷം കൊണ്ടാടുന്നതിന് വേണ്ടിയുള്ള ഒരു ന്യായമായി പല സാധാരണക്കാരും പറയാറുള്ളത്, ക്രൈസ്തവർ അവരുടെ പ്രവാചകനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മദിനം കൊണ്ടാടുന്നുണ്ടല്ലോ. ഹൈന്ദവരായ ആളുകൾ അവരുടെ പ്രവാചകന്മാരായി അവരുടെ ആളുകളായി കാണുന്ന ആളുകളുടെ ജന്മദിനം കൊണ്ടാടുന്നത്. എന്തുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം കൊണ്ടാടിക്കൂടാ എന്ന് പല ആളുകളും ചോദിക്കാം. ഒന്നാമതായി നമ്മൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം കൊണ്ട് ദീനിൽ ഒരു ആചാരവും ഉണ്ടാക്കുവാൻ പാടില്ല. രണ്ടാമതായി ഇങ്ങനെ പറയുന്ന ആളുകൾ അവരുടെ ആഘോഷത്തിൽ സാദൃശ്യപ്പെട്ടിരിക്കുന്നത് ജൂതന്മാരോടും നസ്രാണികളോടുമാണ്. അങ്ങനെ മറ്റു മതസ്ഥരോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം താക്കീത് നൽകിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. നിങ്ങൾ മുൻകാലക്കാരായ ആളുകളുടെ ചര്യകൾ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഹത്താ ലൗ സലകൂ ജുഹ്റ ദബ്ബിൻ ലസലക്തുമൂ. എത്രത്തോളം എന്നാൽ അവരൊരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അവരെ ആ വിഷയത്തിൽ പിൻപറ്റും. ഇപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഉദ്ദേശിക്കുന്നത് ജൂതന്മാരെയും നസ്രാണികളെയുമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരല്ലാതെ മറ്റാരുണ്ട്? ഇപ്പം ജൂത നസ്രാണിമാരുടെ ചര്യകൾ ഒപ്പത്തിനൊപ്പം മുസ്ലിമീങ്ങളും പിൻപറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ഉമ്മത്തിൽ പുലർന്നു കാണുന്നത് എത്രയാണ്? ക്രൈസ്തവർ ക്രിസ്മസിൻ്റെ സന്ദർഭത്തിൽ അവരുടെ പള്ളികളും വീടുകളും അലങ്കരിച്ച് നിങ്ങളൊന്ന് നോക്ക്. എന്നാൽ നബിദിനം അത് വരുമ്പോൾ മുസ്ലിമീങ്ങൾ അവരുടെ പള്ളികൾ, അവരുടെ വീടുകൾ അലങ്കരിച്ചത് നിങ്ങൾ നോക്കുക. ഒപ്പത്തിനൊപ്പം അവരെ പിൻപറ്റാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം താക്കീത് ചെയ്ത കാര്യമാണ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ആരോടാണോ സാദൃശ്യപ്പെടുന്നത് നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് എന്ന്.
അപ്പം സാധാരണക്കാരായ ആളുകൾ ഇത് അറിവില്ലാതെ ചെയ്യുമ്പോൾ മറ്റു മതസ്ഥരായ ആളുകളിൽ നിന്ന് അവരുടെ മതത്തിൽ നിന്ന് ആചാരങ്ങൾ കടമെടുക്കുമ്പോൾ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ അതിന് പ്രോത്സാഹിപ്പിക്കുക, അതിന് പ്രോത്സാഹനം നൽകുകയാണ്. നിങ്ങൾ റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ പരമാവധി നിങ്ങൾ നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുക, മസ്ജിദുകൾ അലങ്കരിക്കുക. അതിനെത്ര വേണമെങ്കിലും നിങ്ങൾ പൈസ ചെലവാക്കിക്കോളൂ, പണം ചെലവാക്കിക്കോളൂ. മറ്റു മതസ്ഥരെ നിങ്ങൾ നോക്കൂ, അവർ അവരുടെ ആഘോഷങ്ങളിൽ അവരിങ്ങനെയാണ് ചെയ്യുന്നത്, എന്നിട്ട് നിങ്ങൾക്കൊരു അവസരം ലഭിച്ചിട്ട് നിങ്ങൾ അത് ചെയ്യാതിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് പുരോഹിതന്മാർ ജനങ്ങളെ ഈ വലാലത്തിലേക്ക്, ഈ ജൂതന്മാരെയും നസ്രാണിമാരെയും പിൻപറ്റുന്നതിലേക്ക് തള്ളിവിടുന്നത് നമ്മൾ നേർക്കാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, ബിദ്അത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം അത് അടിസ്ഥാനപരമായി ബിദ്അത്താണ്, അനാചാരമാണ്, ദീനിൽ പുതുതായി കൊണ്ടുവന്ന കാര്യമാണ്. എങ്കിലും ഈ ബിദ്അത്തിലേക്ക് ശിർക്ക് കൂടി കലരുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പം ഇത് അസ്ലൻ അടിസ്ഥാനപരമായി ബിദ്അത്താണ് എങ്കിലും ഈ ബിദ്അത്താകുന്ന ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിലേക്ക് ശിർക്ക് കലരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ ഒരുപാട് തിന്മകളും ഈ ബിദ്അത്തിലേക്ക് കലരുന്നുണ്ട്. ശർറുൻ അലാ ശർ, തിന്മകൾക്ക് മേൽ തിന്മയാണ് യഥാർത്ഥത്തിൽ ഈ നബിദിനാഘോഷം. ഈ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വലിൻ്റെ തുടക്കം മുതൽ ജനങ്ങൾ പള്ളിയിലും വീട്ടിലുമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലിദുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുകയും അതിൽ അതിരുവിടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വരികൾ പോലും ഈ മൗലിദിൻ്റെ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയ കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്ന മറിയം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നസ്രാണികൾ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അബ്ദും റസൂലുമാണ് എന്ന് നിങ്ങൾ പറയുക. ഈ വാക്ക് അത് കാറ്റിൽ പറത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹുവിനോടും ഉയർത്തുന്ന, അള്ളാഹുവിൻ്റെ റസൂലിനോട് നേരിട്ട് ദുആ ചെയ്യുന്ന രീതിയിലുള്ള വരികളാണ് മൗലിദുകളിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ചില പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. ആ പെൺകുട്ടികൾ അവരെ പൂർവ്വ പിതാക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, ഞങ്ങളിൽ ഒരു നബിയുണ്ട്, ആ നബിക്ക് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ വരെ അറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ തിരുത്തി, അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾ മുമ്പ് നിങ്ങളുടെ വല്ലിപ്പമാരെ കുറിച്ച് പാടി പറഞ്ഞത് അത് പാടിക്കോളൂ, ഈ വരി നിങ്ങൾ പാടരുത് എന്ന് പറഞ്ഞ് അവരെ വിലക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അമിതമായി പുകഴ്ത്തുന്നത് അവിടുന്ന് വിലക്കിയിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ മൗലിദ് കിതാബുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാത്ത, അവിടുന്ന് തൃപ്തിപ്പെടാത്ത, അവിടുന്ന് കേട്ടിരുന്നു എങ്കിൽ ശക്തമായി അവിടുന്ന് വിലക്കിയിരുന്ന കാര്യങ്ങളാണ് ഇവർ പാടിക്കൊണ്ടിരിക്കുന്നത്. വഹാദൻ നബിയു മഅൽ അഹ്ബാബി ഖദ് ഹദറ. ഈ മൗലിദ് ചൊല്ലുന്ന ആളുകളുടെ വിശ്വാസം ഈ മൗലിദ് ചൊല്ലുന്ന സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിറാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വസാമഹൽ കുല്ല ഫീമാ ഖദ് മദാ വജറ. ഈ മൗലിദ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ മുമ്പ് ചെയ്ത തിന്മകൾ, തെറ്റുകൾ അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുക്കും. തിന്മകൾ പുറത്തു കൊടുക്കേണ്ടത്, വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ആരാണ് ചെയ്യേണ്ടത്? അള്ളാഹുവാണ് ചെയ്യേണ്ടത്. ആ അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചാർത്തുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് സദസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്യും എന്നുള്ള അബദ്ധജടിലമായ വരികളാണ് ഈ മൗലിദിൻ്റെ കിതാബുകളിലുള്ളത്. ചില മൗലിദുകളിൽ നമ്മളെ നാടിൽ ഈ റബീഉൽ അവ്വലിൽ സ്ഥിരമായി ചൊല്ലുന്ന മൗലിദുകളിൽ പെട്ടതാണ് മൻഖൂസ് മൗലിദ്.
അതുപോലെ തന്നെ ശറഫലന മൗലിദ്, ഈ മൗലിദുകളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്റിൻ വഅദദ് ലക അഷ്കു ഫീഹി. ഒരു മസ്ജിദിൽ നിന്ന് ചൊല്ലാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത വരികൾ അല്ലാഹുവിൻ്റെ റസൂലെ, കയ്യും കണക്കുമില്ലാതെ ഒരുപാട് തെറ്റുകൾ, തിന്മകൾ അത് ചെയ്തു പോയി. അതുകൊണ്ട് അങ്ങയോടാണ് ആവലാതി ബോധിപ്പിക്കുന്നത്, ഞങ്ങൾക്കിത് പുറത്തു തരണം എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുകയാണ്. അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു. അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ മിസ്കീനായ ദരിദ്രനായ അടിമ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നോക്ക്, നമ്മളൊക്കെ ആരുടെ അടിമയാണ്? അല്ലാഹുവിൻ്റെ റസൂലടക്കം എല്ലാ ആളുകളും അല്ലാഹുവിൻ്റെ ഇബാദുകളാണ്, അള്ളാഹിൻ്റെ അടിമകളാണ്. റസൂലുള്ളാഹിൻ്റെ അടിമ, താങ്കളുടെ അടിമ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിനോട് തേടുകയാണ് ചെയ്യുന്നത്. അള്ളാഹിൻ്റെ റസൂലെ, താങ്കളിൽ നല്ല നല്ല ഊഹങ്ങൾ ഞങ്ങൾ വെച്ചു പുലർത്തിയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഞങ്ങളെ ഏറ്റെടുക്കണമേ, താങ്കൾ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ എന്നിങ്ങനെ ബൈത്തു ചൊല്ലി അള്ളാഹിൻ്റെ റസൂലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ. ഇത് ഈ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇവർ ചൊല്ലുന്ന മൗലിദുകളിലുള്ള ഏതാനും ചില വരികൾ മാത്രം. ഇനിയും ശിർക്ക് കലർന്ന അബദ്ധപരമായ ഒരുപാട് വരികൾ ഇനിയുമുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായി നബിദിനാഘോഷം ബിദ്അത്താണ് എങ്കിൽ അതിനോടൊപ്പം ശിർക്ക് കൂടി ചേരുന്നുണ്ട് എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇനി ശിർക്ക് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ അവിടുത്തെ സുന്നത്തുകൾക്കെതിരായ പല കാര്യങ്ങളും ഈ ആഘോഷത്തിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. പിന്നെ നബിദിനാഘോഷത്തിൻ്റെ പേരിൽ റാലി നടത്തുന്നു. ഇസ്ലാമിലുണ്ടോ അങ്ങനെ ഒരു റാലി നടത്തുന്ന ഒരു സമ്പ്രദായം? വഴി ബ്ലോക്കാക്കുക, വഴി തടസ്സപ്പെടുത്തുക, ഇസ്ലാമിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയ കാര്യമാണ് വഴി തടസ്സപ്പെടുത്തുക എന്നുള്ളത്. ഇമാതത്തുൽ അദാ അനി ത്വരീഖി സദഖ. വഴിയിൽ നിന്ന് ഒരു തടസ്സം നീട്ടുക എന്നുള്ളത് നീക്കുക എന്നുള്ളത് സ്വതക്കയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഴിയിലിരിക്കുന്ന ആളുകൾ, അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക ഉപദേശങ്ങൾ കൊടുത്തു. വഴിയിൽ പോകുന്ന ആളുകൾക്ക് ഇടങ്ങേറുണ്ടാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഈ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ഒന്നും ഒരു വിലയും കൊടുക്കാതെ റോഡും ബ്ലോക്കാക്കി ഈ റസൂലിനോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞ് നടന്നാൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? ഒരിക്കലുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കി ഒരുപാട് കാര്യങ്ങൾ വേറെയും നടക്കുന്നു. സംഗീതത്തിൻ്റെ അകമ്പടിയോടെ ഈ റാലിയിൽ, ഒട്ടുമിക്ക റാലികളിലും സംഗീതമാണ്. ആണും പെണ്ണും കൂടിക്കലരുന്നു. എന്തൊക്കെ മോശമായ, ഇസ്ലാമിൽ പാടില്ലാത്ത എന്തൊക്കെ മോശത്തരങ്ങളാണ് ഈ നബിദിനത്തിൻ്റെ കാര്യത്തിൽ ഇവർ കൊണ്ട് നടക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു വെക്കുക, ഒന്ന് സങ്കല്പിച്ചു വെക്കുക. ഈ ആഘോഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും ഇത് കാണുമായിരുന്നു എങ്കിൽ അവിടുന്ന് തൃപ്തിപ്പെടുമായിരുന്നു. ഇതാഘോഷിക്കുന്ന ആളുകളെ ശക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്ഷേപിക്കുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ആളുകൾക്ക് ശക്തമായ ചാട്ടവാറുകൊണ്ടുള്ള പ്രഹരങ്ങൾ നൽകുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവിടുത്തെ ചാണിന് ചാണായി പിൻപറ്റുകയും ചെയ്ത സഹാബികൾ ഈ പറഞ്ഞ ആഘോഷം കണ്ടാൽ തൃപ്തിപ്പെടുമോ? ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചു നോക്ക്. ഒരു മുസ്ലിമിനെ അംഗീകരിക്കാൻ പറ്റുമോ ഈ രീതിയിലുള്ള ഡാൻസും പാട്ടും മ്യൂസിക്കും? അതിനോടൊപ്പം ഇത് അസലൻ ബിദ്അത്താണ് നമ്മൾ പറഞ്ഞു. അതിനോടൊപ്പം ശിർക്കൻ വരികളും തിന്മകൾ കൊണ്ട് നിറഞ്ഞ, തോന്നിവാസങ്ങൾ കൊണ്ട് നിറഞ്ഞ കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമായി കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നബിദിനം കൊണ്ടാടുന്ന ആളുകൾ അവർ പറയുന്നത്, ഞങ്ങളിത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്നതിനു വേണ്ടി
ഉള്ള ഒരു അവസരമായി മുതലെടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്മരിക്കുകയും അവിടുത്തെ പുകഴ്ത്തുകയുമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവിടെയും നമ്മുടെ ചോദ്യം ആവർത്തിക്കപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അള്ളാഹിൻ്റെ റസൂലിന് ഒരു പ്രത്യേക സമയത്ത് ഓർക്കാനും പുകഴ്ത്താനും ഇങ്ങനെ ഒരു പ്രത്യേക അമൽ പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രത്യേക സമയങ്ങളിൽ മാത്രം ഓർക്കപ്പെടേണ്ടവരാണ്. മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക സമയത്ത് മാത്രം ഓർക്കുന്നു, പ്രത്യേക സമയത്ത് മാത്രം സ്മരിക്കുന്നു, അങ്ങനെയല്ല. നേരെ മറിച്ച് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്മരണയും സ്നേഹവും എല്ലാം ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹിന്റെ സ്മരണക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പരിപാടികൾ, പ്രത്യേക ആഘോഷങ്ങൾ, ഇതിൻ്റെ ആവശ്യം ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു ആവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇല്ല. അള്ളാഹു പറഞ്ഞത് വറഫഅനാ ലക ദിക്റക എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കളുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു. മാനം മുട്ടെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഖിയാമത്ത് നാൾ വരെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കീർത്തി അത് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ, മുസ്ലിമീങ്ങളുടെ നാവുകളിലൂടെ, ഇതുപോലെയുള്ള ദർസിൻ്റെ സദസ്സുകളിലൂടെ, കിതാബുകളിലൂടെ, അങ്ങനെ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ നിരന്തരം ഓർക്കപ്പെട്ടുകൊണ്ട് സ്മരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്മരിക്കാൻ വേണ്ടി, ഓർക്കാൻ വേണ്ടി ഒരു നബിദിനാഘോഷത്തിൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തിന്മയുടെ, ഈ കാര്യത്തിൻ്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയുക. പലപ്പോഴും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം ആഘോഷിക്കാത്ത ആളുകൾ, അതിനെ എതിർക്കുന്ന, ശക്തമായി അതിനെതിരെ പറയുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുക്കളാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള വെറുപ്പ് കൊണ്ടും സ്നേഹമില്ലാത്തത് കൊണ്ടൊക്കെയാണ് അവർ ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെയാണ്. എന്നാൽ സഹോദരങ്ങൾ, ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക. ഇതാഘോഷിക്കാത്ത, ഈ ആഘോഷത്തിന് എതിരെ നിൽക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകൾ. എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ ഭാഷയിൽ നമ്മൾ ഇതിനെ എതിർക്കുന്നത്? ഇത് വലിയ ബിദ്അത്തായതുകൊണ്ടാണ്. ബിദ്അത്തുകളുടെ ഗൗരവം നമ്മൾ ചെറിയ രൂപത്തിൽ സൂചിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ എതിർക്കുകയും തടയുകയും ചെയ്യുന്നത്. ബിദ്അത്തിന്റെ ഗൗരവം സഹോദരങ്ങളെ, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള തിന്മകളേക്കാൾ ബിദ്അത്താണ് കൂടുതൽ ഇഷ്ടം. കാരണം ബിദ്അത്തുകാരൻ തൗബ ചെയ്യുകയില്ല. തിന്മ ചെയ്യുന്ന ആളുകൾ തൗബ ചെയ്തു മടങ്ങും. ബിദ്അത്തുകാരൻ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ബിദ്അത്തുകൾ. ബിദ്അത്ത് ചെയ്ത ആളുകൾ, അവർക്ക് പരലോകത്ത് വലിയ നഷ്ടമുണ്ടാകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് അവർ തടയപ്പെടും. ഈ ഉമ്മത്ത് അങ്ങനെ തടയപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഇത് എതിർക്കുന്നത്. ആ ഹൗദിൽ നിന്നുള്ള വെള്ളം കോരി കുടിക്കാനുള്ള തൗഫീഖ് അത് നഷ്ടമാകാതിരിക്കാനാണ് അഹ്ലുസുന്ന സലഫികൾ ഇത് ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹൗദിൻ്റെ അരികിൽ കാത്തിരിക്കും, നമ്മളെ കാത്തിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടർ ആളുകളെ ഈ ഹൗദിൽ നിന്ന് തടയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെൻ്റെ ഉമ്മത്താണ്, എൻ്റെ ഉമ്മത്താണ് അവർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ പറയപ്പെടും, ഫഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക. അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾക്ക് ശേഷം താങ്കളുടെ ദീനിലേക്ക് എന്തൊക്കെയാണ് കടത്തിക്കൂട്ടിയത് എന്ന്, അവർ എന്തൊക്കെയാണ് കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾക്ക് അറിയുകയില്ല. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരെ ആട്ടി അകറ്റുന്നവർ. സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി. എനിക്ക് ശേഷം എൻ്റെ ദീനിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയ ആളുകൾ ദൂരത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് ഹൗദിൽ നിന്ന് ആട്ടി അകറ്റപ്പെടും. ആ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് അതിൻ്റെ അടുത്തെത്തി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവ് കൊണ്ട്
ആട്ടിയകറ്റപ്പെടുന്ന ആളുകളെക്കാൾ ഹതഭാഗ്യരായ ദൗർഭാഗ്യവാന്മാരായ മറ്റാരാണുള്ളത്? ആ ആളുകളിൽ മുസ്ലിമീങ്ങൾ ഉൾപ്പെടാൻ പാടില്ല എന്ന ഗുണകാംക്ഷയുള്ളത് കൊണ്ടാണ് നമ്മൾ ശക്തമായി ഇത്തരം ബിദ്അത്തുകളെ, ഇത്തരം അനാചാരങ്ങളെ വിലക്കുന്നത് എന്നുള്ളതാണ്. കടുത്ത ഹറാമാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, വൻപാപമാണ്. ശിർക്ക് കഴിഞ്ഞാൽ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ബിദ്അത്തുകൾ. അതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുവാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് അവിടുത്തെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്നവരാകാൻ നമ്മൾ പരിശ്രമിക്കുക. സാന്ദർഭികമായി അവസാനമായി ഒരു കാര്യം കൂടി പറയുകയാണ്. മുസ്ലിമീങ്ങൾക്ക് രണ്ടേ ആഘോഷം മാത്രമേ ഉള്ളൂ. ഒന്ന് ഈദുൽ ഫിത്റാണ്, ഈദുൽ അദ്ഹയാണ്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ഈ രണ്ട് ആഘോഷങ്ങളല്ലാത്ത ഒരു ആഘോഷവും ഇസ്ലാമിലില്ല. അത് നബിദിനമാകട്ടെ, ഇന്ന് കേരളോത്സവം, ദേശീയോത്സവം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ഓണാഘോഷമാകട്ടെ, അത് ക്രിസ്മസ് ആഘോഷമാകട്ടെ, എന്ത് ആഘോഷമാകട്ടെ, ബർത്ത്ഡേ ആഘോഷിക്കലാകട്ടെ, വിവാഹ വാർഷികം ആഘോഷിക്കലാകട്ടെ, ഇപ്പം പല ആഘോഷം ഉണ്ടല്ലോ. ഗർഭിണിയായാൽ ഒരാഘോഷം, പുതിയാപ്പിളാകുമ്പോൾ ഒരാഘോഷം, അതുപോലെ തന്നെ മണവാട്ടിയാകുമ്പോൾ ഒരാഘോഷം, എല്ലാത്തിനും ആഘോഷം. മുസ്ലിമീങ്ങൾക്ക് ഈ രണ്ടേ ആഘോഷം മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ആഘോഷങ്ങൾ എങ്ങനെ ആഘോഷിക്കണം എന്ന് കൃത്യമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒതുങ്ങി നിൽക്കുക. ഇതിനു പുറമെയുള്ള ആഘോഷങ്ങൾ നമ്മൾ വെടിയുക. ഇന്ന് അമുസ്ലിമീങ്ങളായ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ കൊണ്ടാടുവാൻ അവർക്കില്ലാത്ത ആവേശം മുസ്ലിമീങ്ങൾക്കാണ്. ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ, യുവതീ-യുവാക്കൾ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളിൽ ശരിയായ രൂപത്തിൽ ആഘോഷിക്കാൻ ആർക്കും ആവേശമില്ല. ഇത് വലിയ അപകടമാണ്. നീ മുസ്ലിമാണോ, നിന്റെ ആഘോഷവും നിന്റെ ആഹ്ലാദവും സന്തോഷവും ഒക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവും അവൻ്റെ റസൂലുമാണ്. അതല്ലാതെ നിന്റെ ക്യാമ്പസ് അല്ല, നിന്റെ കൂട്ടുകാരല്ല, സോഷ്യൽ മീഡിയ അല്ല. അള്ളാഹുവും റസൂലും പറഞ്ഞതിൽ, പഠിപ്പിച്ചതിൽ ഒതുങ്ങി നിൽക്കുക നീ മുസ്ലിമാണെങ്കിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളുടെ വിശേഷണമായി പറഞ്ഞത് വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമ. മുഅ്മിനീങ്ങൾ അവർ സൂറിനെ, അവർ അത്തരം വ്യാജമായ കാര്യങ്ങൾക്ക് അവർ സാക്ഷ്യം നിൽക്കുന്ന ആളുകളല്ല. ഇനി ആ വ്യാജങ്ങളായ കാര്യങ്ങൾക്ക് ഇടയിലൂടെ നടന്നു പോകേണ്ടി വന്നാൽ അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ, ശ്രദ്ധിക്കാതെ അവർ മാന്യമായി നടന്നു പോകും. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള, സലഫുകളിൽപ്പെട്ട ഇമാം ഇബ്നു സിരീൻ, ഇമാം ഖതാദ, ഇമാം അബുൽ ആലിയ, അവരുടെ എല്ലാം വിശദീകരണം കൊണ്ടുവരികയാണ്. ലാ യശ്ഹദൂന അസ്സൂർ, വ്യാജങ്ങൾ അതിന് മുസ്ലിമീങ്ങൾ സാക്ഷ്യം വഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് അമുസ്ലിമീങ്ങളുടെ അയാദുൽ മുശ്രിക്കീൻ, അമുസ്ലിമീങ്ങളുടെ ആഘോഷമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ സാക്ഷ്യം വഹിക്കുകയില്ല, പങ്കെടുക്കുകയില്ല. യാതൊരു നിലക്കും അവർക്കൊരു പങ്കാളിത്വം അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ ഉണ്ടാകുവാൻ പാടില്ല. ഇനി ആഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലൂടെ എങ്ങാനും പോകേണ്ടി വന്നാൽ അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ തലകൾ താഴ്ത്തി മാന്യമായി അവർ നടന്നു പോവുകയാണ് ചെയ്യുക. ഇതാണ് ഒരു നല്ല മുസ്ലിമിൻ്റെ അടയാളം എന്നുള്ളത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഈ രണ്ട് ആഘോഷം മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ആഘോഷത്തിന് പുറമെയുള്ള എന്ത് ആഘോഷമാകട്ടെ അതൊന്നും ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ്, ഹറാമാണ്, തെറ്റായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം പോലും പാടില്ല എന്ന് നമ്മൾ പറയൂ. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം വരെ പാടില്ല എന്ന് പറയുന്ന നമ്മൾ എങ്ങനെയാണ് മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങൾ കൊണ്ടാടുക, അതിൽ പങ്കെടുക്കുക?
ചില ആളുകൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനെ വിലക്കും, അതിനെ വിലക്കും. എന്നാൽ ബാക്കിയുള്ള അന്യമതസ്ഥരുടെ ആഘോഷങ്ങൾക്കൊക്കെ സമ്മതം മൂളുകയും അതിനൊക്കെ പങ്കെടുക്കണമെന്ന് പറയുകയും ചെയ്യും. എന്തടിസ്ഥാനമാണ് അതിനുള്ളത്? അത് വൈരുദ്ധ്യമല്ലേ? മറ്റു ചിലരാകട്ടെ, മൗലിദുവാദികളായ ചില ആളുകളാകട്ടെ, അവർ കുട്ടികളുടെ വീട്ടിലുള്ള മക്കളുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല, ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല എന്ന് വിലക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. വൈരുദ്ധ്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടേ രണ്ട് ആഘോഷമുള്ളൂ. ആഘോഷങ്ങളല്ലാത്ത ഏതൊരു ആഘോഷമായാലും അത് പാടില്ലാത്തതാണ്. യാതൊരു നിലക്കും അതിനൊരു പങ്കാളിത്തം ഉണ്ടാകാൻ പാടില്ല. ആ ആഘോഷങ്ങളിൽ ഉണ്ടാക്കിയ ഭക്ഷണം അത് വാങ്ങിക്കാനോ അത് സ്വീകരിക്കാനോ കഴിക്കാനോ പാടില്ല. അത് നബിദിനമാകട്ടെ, ഓണമാകട്ടെ, ക്രിസ്മസ് ആകട്ടെ, എന്താകട്ടെ, നബിദിനവുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യപ്പെടുന്ന മധുര പലഹാരങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനോ സ്വീകരിക്കാനോ പാടില്ല. ഓണവുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്ന സദ്യ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിക്കാനോ സ്വീകരിക്കാനോ പാടില്ല. ക്രിസ്മസുമായി ബന്ധപ്പെട്ട കേക്കുകൾ അത് കഴിക്കാനോ സ്വീകരിക്കാനോ പങ്കുവെക്കാനോ പാടില്ല. നമുക്കുള്ളത് ഇസ്ലാമിൻ്റെ ആഘോഷം മാത്രമാണ്. അതിൽ നമ്മൾ അഭിമാനം കണ്ടെത്തുക, അതിലാണ് നമുക്ക് ഇസ്സത്തുള്ളത്. അത് വിട്ട് മറ്റുള്ള ആഘോഷങ്ങളിൽ നമ്മൾ അഭിമാനം കണ്ടെത്താൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അപമാനത്തിലാക്കും എന്ന യാഥാർത്ഥ്യം സഹോദരങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസത്യങ്ങളായ ബാത്തിലുകളായ കാര്യങ്ങൾ അത് മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.